ചാവിങ് ബാബു. അല്ല സാറേ, അപ്പം ഞാൻ വരണ്ടേ? വേണ്ട വേണ്ട. വർഷം കുറച്ചായല്ലേ സാറേ ഞാൻ സാറിൻ്റെ ഡ്രൈവറായിട്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടാണല്ലോ ഞാനില്ലാതെ. അല്ലേ സാർ, അപ്പം ഞാൻ ഇവിടെ തന്നെ നിൽക്കാനാണോ? വേണ്ട ബാബു, വീട്ടിലേക്ക് പോയിക്കോളൂ. ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി. വേഗം പോ രാജീവേ. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം അനിത ശ്രദ്ധിച്ചോ? രാജീവിന് എന്നും ഇതേ പറയാനുള്ളൂ. രാജീവിന് കോംപ്ലക്സ് ആണ്, അപകർഷതാബോധവും. സൗന്ദര്യവും പ്രായം കുറവുള്ള ഏതൊരു ഭാര്യ അനുഭവിക്കുന്ന ഗതികേടാ ഞാനും അനുഭവിക്കുന്നത്. എന്താ ഏട്ടാ, മറ്റുള്ളവരെ കൂടി കൊല്ലാനാണോ തീരുമാനം? സോറി അനിയ, സോറി. ഒന്ന് ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിച്ചൂടെ? ക്ഷമിക്കണം. ശരി, എന്താ ചെയ്യ. ആളുകളോടൊക്കെ സോറി പറയാനാണോ നിങ്ങൾ വണ്ടി എടുത്തത്? ഒരു തെറ്റ് പറ്റിയാൽ മാപ്പ് പറയുന്നതിൽ യാതൊരു നാണക്കേടുമില്ല. മനുഷ്യന്മാരെ കുറിച്ച് ഉളുപ്പൊക്കെ വേണം, അതില്ലാത്തതിന്റെ കുഴപ്പാ. എന്താ? ആർക്കാണാണില്ലാത്തത്? 8 വർഷം പ്രണയിച്ച് ഇരു വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് വിവാഹം കഴിച്ചിട്ടും ഒരു അന്യ പുരുഷന്റെ വെപ്പാട്ടിയാകാൻ മടിയില്ലാത്ത നിനക്കോ അതോ എനിക്കോ? എന്താ പറഞ്ഞത്? നിനക്കറിയില്ല, എനിക്ക് നിന്റെ ഓഫീസിലുണ്ട് വിശ്വസ്തരായ സുഹൃത്തുക്കൾ. നീയും അവനും കൂടി എന്നെ മോശക്കാരനാക്കാൻ കുറെ നാളുകളായി ശ്രമിക്കുന്നു. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, എനിക്കറിയാം. ഒന്നുകിൽ ഗംഗ അല്ലെങ്കിൽ ചിത്ര. അവരെ ഒന്നും പറയണ്ട. നീയും ദിനും കൂടി ഒന്നിച്ച് ജീവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇല്ല ഇല്ല, അതൊക്കെ നുണയാണ്. നിങ്ങൾക്ക് മറ്റാരോടോ ഇഷ്ടമുണ്ട്, അതാ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്. സ്വന്തം ഭാര്യ പിഴച്ചു എന്നറിയുമ്പോൾ ഒരു ഭർത്താവ് അനുഭവിക്കുന്ന വേദനയുണ്ട്. അത് നിനക്കറിയില്ല. നമ്മൾ പ്രണയിച്ച് വിവാഹിതരായിട്ട് കൂടി. കുട്ടികൾക്ക് വേണ്ടി ഞാനെല്ലാം ക്ഷമിച്ചു. ഇപ്പം അവർക്കും അറിയാം. ഇനി വയ്യ. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇപ്പോഴത്തെ നിയമങ്ങളൊക്കെ അറിയാലോ, വെറുതെ നാറാ നിക്കണ്ട. നിയമങ്ങൾ അത് ജീവിച്ചിരിക്കുന്നവർക്കുള്ളതല്ലേ. നമുക്കിനി നിയമങ്ങളില്ല. അയ്യോ രാജീവ്, നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ചേറ്റകളേക്കാൾ നല്ലത് ഭ്രാന്തന്മാരാണ്. സഹപ്രവർത്തകനെ പ്രണയിക്കുന്ന ഭാര്യയെ അഗ്നിശുദ്ധി നടത്തി സ്വീകരിക്കാൻ ഞാൻ പുരാണത്തിലെ നായകനൊന്നുമല്ല. ഒളിച്ചോടിപ്പോയ അമ്മയുടെ മക്കളെന്ന പേരിനേക്കാൾ നല്ലതാണ് അപകടത്തിൽ മരിച്ച അച്ഛനമ്മമാരുടെ മക്കളെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്നത്. വഞ്ചിക്കപ്പെട്ട ഭർത്താവായി ചരിത്രം എന്നെയും അടയാളപ്പെടുത്തില്ല. അയ്യോ രാജീവ്, നിർത്തൂ പ്ലീസ്. രാജീവ് നിർത്തൂ പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ പ്ലീസ്. രാജീവ് ഒന്ന് നിർത്തൂ പ്ലീസ്. രാജീവ് നിർത്തൂ പ്ലീസ്. രാജീവ് 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 നിർത്തൂ രാജീവ് പ്ലീസ്. രാജീവ് നിർത്തൂ പ്ലീസ്. രാജീവ്.